ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 4-ാം ദിനം തിങ്കളാഴ്ച മൺഡേ ടെസ്റ്റ് എല്ലാവരും പറഞ്ഞു വച്ചിരുന്നുവെങ്കിൽ മൺഡേ ടെസ്റ്റ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പാസ്സായിരിക്കുന്നു സിനിമ എന്ന് തന്നെ പറയാം. കളങ്കാവൽ അത് മമ്മൂട്ടിയുടെ കൊടൂരമായിട്ടുള്ള ആ ഒരു പ്രകടനത്തിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രം എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1468ഓളം ഷോകളിൽ നിന്ന് 1,11,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 27% ഉച്ചവരെയുള്ള ഒക്യുപ്പൻസി. 1,81,49,000 രൂപയാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് 2 കോടി സിനിമ കളക്ഷൻ വൈകുന്നേരം അല്ലെങ്കിൽ 3 മണി വരെയുള്ള സമയത്ത് കടന്നിരിക്കുന്നു. മൺഡേ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. നമ്മളൊരു പക്ഷേ ഫൈനലായി എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു തിങ്കളാഴ്ച 2-2.5 കോടിയൊക്കെയാണ്. പക്ഷേ മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. മണിക്കൂറിൽ ബുക്കിംഗ് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നത് 4,800 മുകളിലാണ് ഇപ്പോൾ എന്ന് പറയാം. അത് ഒരു നല്ല സൂചന തന്നെ എന്ന് തന്നെ പറയാം. അതായത് ഇന്നലെ സിനിമയ്ക്ക് വന്നത് ഏകദേശം 5,80,00,000 രൂപയോളമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 5.5 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഫൈനലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വരാൻ വേണ്ടി ഇനിയും അല്പസമയം കൂടെ കാത്തിരിക്കണം. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ മാത്രം ഇപ്പോൾ 16 കോടിക്കടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് 15,82,00,000 രൂപ. കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് വന്നിരിക്കുന്നത് 15 കോടിക്ക് മുകളിലാണ്. GCC രാജ്യങ്ങളിലും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. ഏകദേശം 30 കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതായത് 2 ദിവസത്തെ കളക്ഷൻ നോക്കിയപ്പോൾ 19.5 കോടിയോളം GCCയിൽ നിന്ന് തന്നെയാണ് സിനിമയ്ക്ക് വന്ന കളക്ഷൻ. 2 ദിവസം കൊണ്ട് സിനിമ 32 കോടിക്ക് അടുത്തെത്തിയെങ്കിൽ ഇന്ന് 45 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു ഘട്ടത്തിൽ നമ്മൾ 47-48 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും 44-45 കോടിയിലായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അത് എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ തിങ്കളാഴ്ച മികച്ച രീതിയിൽ തന്നെയുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. നല്ല മികച്ച ഒരു അഭിപ്രായം നേടിയെടുത്ത നല്ല ഒരു ചിത്രം. ഇനി ഒരു റിവ്യൂവുമായിട്ട് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നു. ആദ്യം റിവ്യൂവും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് അവിടെ വാ തുറന്നാൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു എന്തെങ്കിലും സ്പോയിലർ വരാനുള്ള ചാൻസുകൾ ഏറെയാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. പക്ഷേ നന്ദി പറയേണ്ടത് ഒരുപാട് ആളുകളോട് തന്നെയാണ്. അതിപ്പോൾ എതിരാളികളോടും ഈ ഒരു സിനിമയെ തകർക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അവരുമൊക്കെ മാന്യമായി ഒരു കാര്യം ചെയ്തു. വേറെ ഒന്നുമല്ല, സിനിമയ്ക്ക് യാതൊരു സ്പോയിലറും ആരോടും പറഞ്ഞില്ല. കാരണം 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവനോട് കാണിച്ച നീതി എന്ന് തന്നെ പറയാം. അത് താങ്ക് യു. എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ തന്നെ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത്